പടിഞ്ഞാറേ നടയിൽ ഭക്തജനങ്ങളുടെ തിരക്കായതിനാൽ ഞാൻ കിഴക്കേ നടവഴിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലിൽ കൊത്തിയ മനോഹരമായ ദേവന്റെ ശില്പം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ക്ഷേത്രകുളത്തിന്റെ മറുകരയിൽ പഴമയുടെ പ്രൗഢി ഒട്ടും മങ്ങാതെ നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഈ ദൃശ്യം എത്ര മനോഹരമാണ്. ക്ഷേത്രകുളത്തിലേക്കിറങ്ങി ശരീരവും മനസ്സും തണുപ്പിക്കുന്ന ഭക്തരുടെ കാഴ്ച. പടിഞ്ഞാറേ നടയിലെ നടപ്പന്തലിലൂടെ നടക്കുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള കാഴ്ച ക്ഷേത്ര ദർശനത്തിന് മുന്നേ തന്നെ ഭക്തനെ ആ പരമചൈതന്യത്തിലേക്ക് അടുപ്പിക്കുന്നു. ഈ കാണുന്നതാണ് പ്രശസ്തമായ കൂത്തമ്പലം. പണ്ട് മഹാകവി കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചതും പിന്നീട് ഓട്ടൻതുള്ളൽ എന്ന പുതിയ കലാരൂപം സൃഷ്ടിച്ചതിനുമൊക്കെ സാക്ഷിയായ ഒരു ചരിത്രശേഷിപ്പ്. ഈ യാത്രയിൽ എൻ്റെ ആദ്യത്തെ ആഗ്രഹം ആറാട്ടിനുള്ള ആനയുടെ നീരാട്ട് കാണുക എന്നതാണ്. കൂടാതെ തിടമ്പേറ്റാനായി ഈ ഗജരാജനെ നെറ്റിപ്പട്ടം കിട്ടി ഒരുക്കുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ആംബിയൻസ് ആസ്വദിച്ച് നിന്നപ്പോൾ ചെണ്ടമേളം വന്നു. അതിനർത്ഥം ആറാട്ട് എഴുന്നള്ളത്ത് തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്നാണ്. തിടമ്പെടുക്കുന്നതിന് മുന്നോടിയായുള്ള ഗജരാജന്റെ നീരാട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര മനോഹരമാണല്ലേ? നീരാട്ടു കഴിഞ്ഞാൽ പിന്നെ ചമയം. മസ്തകത്തിൽ നെറ്റിപ്പട്ടവും കഴുത്തിൽ അമ്പലമണികളും ഒക്കെ അണിഞ്ഞ് സുന്ദരനാവുന്ന ഗജരാജന്റെ കാഴ്ച. ഇനിയാണ് ഭക്തർ കാത്തിരുന്ന ആ നിമിഷം എത്താൻ പോകുന്നത്. അമ്പാടിക്കണ്ണന്റെ തിടമ്പ് ഗജരാജൻ എടുക്കുന്ന ദൃശ്യം. ഇതാ ആ നിമിഷം എത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തർ കൃഷ്ണനാമം ജപിക്കുന്നു. തിടമ്പിത ഏറ്റുന്നു. ദൈവീകമായ ഒരു ഊർജം ഭക്തജനങ്ങളിലേക്ക് പകർന്നു കിട്ടുന്ന പോലെ. അമ്പലപ്പുഴ ആറാട്ട് ഇതാ ആരംഭിച്ചിരിക്കുന്നു. തിടമ്പേന്തിയ ഗജരാജൻ പടിഞ്ഞാറേ നടവഴി ഭക്തജനങ്ങളുടെ ശരണമന്ത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഒരുങ്ങുകയായി. ഈ അസ്തമയ സൂര്യന്റെ പ്രകാശം അന്ധകാരം നീക്കി അറിവിന്റെ വെളിച്ചം തൂകുന്ന പോലെ ഓരോ ഭക്തനും അനുഭവിക്കുന്നുണ്ടാവണം. അമ്പാടിക്കണ്ണന്റെ ഈ എഴുന്നള്ളത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ വടക്കുമാറി ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെത്തി സമാപിക്കുന്നു. ക്ഷേത്രക്കുളത്തിലെ വെള്ളത്തിൽ മുങ്ങി നിവർന്ന ദേവനോടൊപ്പം നാം മുഴുവൻ ആ ദിവ്യാനുഭൂതിയിൽ നനയുന്നു. ഇത് വെറുമൊരാചാരമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒരു ഉജ്ജ്വല നിമിഷമാണ്.